എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് കപ്പ് കേക്കിൻ്റെ മൗൾഡിലല്ലേ. അതൊന്നും വേണ്ട ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലും ഈ ഒരു കപ്പ് കേക്കും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്താൽ മതി, നമ്മൾ സാധാരണ കേക്കിന് വേണ്ടി ചെയ്യുന്ന പോലെ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേപ്പർ കപ്പുകളാണ്. നമുക്ക് കപ്പ് കേക്കിൻ്റെ മൗൾഡിന് പകരം സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ പേപ്പർ കപ്പുകൾ യൂസ് ചെയ്യാം. ഇത് ലൂസായിട്ട് വാങ്ങുമ്പോൾ 1 രൂപയോ 2 രൂപയൊക്കെ വില വരുള്ളൂ ഈ ഒരു കപ്പിന്. കുറച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടാനൊക്കെ എളുപ്പമാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അതുപോലെ ഫാൻസി ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതിപ്പോൾ ഓരോ ഷോപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു 7 കപ്പ് കേക്കാണ് ഞാൻ പറയുന്ന ഈ അളവിന് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 7 കപ്പുകൾ ഒന്ന് ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇല്ലാത്ത, അതായത് അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഒന്ന് ഗ്രീസ് ചെയ്യണത്. ഇതുപോലത്തെ ബ്രഷ് വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് വെക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് വിട്ടുപോയും. ഇതിപ്പോൾ ഞാനൊരു വീഡിയോ ആയതുകൊണ്ട് ഇനി ഒരു റിസ്ക് എടുക്കണ്ടെന്ന് കരുതി അങ്ങനെ വെച്ചേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിലാക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു മെഷറിംഗ് കപ്പ് 250 ml ആണിത്. ഇതിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അധികം കൊക്കോ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ചിലർക്ക് അധികം ചോക്ലേറ്റ് ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് അത്രയും തന്നെ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനൊരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി വരാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് അരിച്ചെടുക്കുക. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് മടി വിചാരിച്ചാരും അരിക്കാതിരിക്കരുത്. ഇതിപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നമ്മൾ ഒഴിക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അതുപോലെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന ഈ ഒരു വിസ്കും നന്നായിട്ട് ഡ്രൈ ആയതായിരിക്കണം. ഉണക്കി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചും ചെയ്യാം. കുറച്ചൊന്ന് മെനക്കെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നന്നായിട്ട് ബീറ്റായിട്ട് വരുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ കൈവച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചിട്ടിട്ട് അത് നന്നായി മിക്സ് ആയ ശേഷം മാത്രം അടുത്തത് ഇടുക. അങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫുള്ള് ഇതിനോട് യോജിപ്പിച്ചെടുക്കുക. കൈ കഴക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം മുട്ട. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മുട്ട ഇവിടെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 7 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്ത ശേഷം പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഈ ഓയിലും ഈ ഒരു മിക്സും കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറൊക്കെ കൂടിയിട്ടുള്ള മിക്സില്ലേ, അത് കുറേശ്ശെ ഇട്ടിട്ട് പതുക്കെ ഇതിൻ്റെ ആ ഒരു പതയൊന്നും കളയാതെ മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. പിന്നെ അടുത്തത് കുറച്ചിടുക, വീണ്ടും മിക്സാക്കുക. അതിന് പകരം ഒരുമിച്ച് എല്ലാം കൂടി ഇതിലേക്ക് ഇടരുത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി ഇളക്കുകയും ചെയ്യരുത്. കേക്ക് നന്നായിട്ട് വരില്ല. ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബാറ്റർ ഇങ്ങനെ തിക്കായിട്ട് വരുന്നത്. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ എടുത്ത് വെക്കണം. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക. ആ ഒരു പൊടി ഇടുമ്പോൾ തിക്കായി തുടങ്ങുമ്പോൾ കുറേശ്ശെ ഒഴിക്കുക, പിന്നെ വീണ്ടും പൊടി ഇടുക. അങ്ങനെ പാലും കൂടെ ഇതിൻ്റെ ഇടയിൽ ചേർത്തിട്ട് നമുക്ക് ഫുള്ള് ബാറ്ററും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യരുത്. ശരിക്കും ആ ഒരു പൊടി ഫുള്ള് മിക്സ് ആവണം, അത്രേ വേണ്ടൂ. അതിന് ശേഷം പിന്നെ നന്നായിട്ട് കേക്ക് മിക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറേ നേരം ഇരുന്ന് ഇളക്കിയാൽ കേക്കൊക്കെ ഹാർഡാവും. അത് എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ കറക്റ്റ് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ പാത്രം ചൂടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയി ചൂടാക്കാൻ നിൽക്കരുത്. ഇതിൻ്റെ ഇടയിൽ തന്നെ അത് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട്സ് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ കപ്പും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് പോവാനാണ്, അല്ലെങ്കിൽ മോൾ ഭാഗം ഫുള്ള് ഇങ്ങനെ ഒരു ഹോള് പോലെ വരും. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മൂടി കമത്തിയിട്ടാണ് ചൂടാക്കാനായിട്ട് വെച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പേപ്പർ കപ്പുകളും വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 25 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലും ഇട്ട് കൊടുത്താൽ മതി. എനിക്കൊരു 30 മിനിറ്റ് ആയപ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് കിട്ടി. നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ആ ഒരു ചൂടൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 30 മിനിറ്റ് ആവാതെ തുറന്ന് നോക്കണ്ട. മുമ്പൊക്കെ തുറന്ന് നോക്കുമ്പോൾ കേക്ക് ചിലപ്പോൾ താന്നു പോവും. അതാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ്. കണ്ടിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ബേക്കായ പോലെ ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കാം. ക്ലിയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്കാണ് കുത്തി നോക്കുന്നത്. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഈർക്കിളിയോ അല്ലെങ്കിൽ കത്തി തന്നെയായാലോ മതി. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതിലൊന്നും പറ്റി പിടിക്കാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് ഇതൊന്ന് എടുത്തിട്ട് പുറത്തോട്ട് എടുത്ത് നോക്കാം. എല്ലാവരും കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേപ്പറിൻ്റെ കപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. പേപ്പർ കപ്പിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടും ഈ ഒരു കേക്ക് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ എണ്ണ സൈഡിലൊക്കെ തടവി കൊടുക്കുക. എന്നിട്ട് താഴെ ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അഥവാ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു വെള്ള കടലാസ് എടുത്തിട്ട് നമ്മുടെ ബുക്കിൻ്റെ ഒക്കെ വെള്ള പേപ്പർ ഉണ്ടാവില്ലേ, അതായാലും മതി. അതിന് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. അപ്പോൾ അതിനൊരു നല്ലൊരു മയമൊക്കെ വരും. ഒരു ബട്ടർ പേപ്പർ പോലെയാവും. അത് താഴെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. നന്നായിട്ട് തന്നെ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കേക്ക് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലിപ്പോൾ മൈദയല്ലേ നമ്മൾ യൂസ് ചെയ്ത്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. പിന്നെ ഗോതമ്പാവുമ്പോൾ ആ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ
കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിനേക്കാളും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പ്രാർത്ഥനാസ് വേൾഡിനെ ആരും മറക്കരുത്. എല്ലാവരും അത് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ റെഗുലറായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ അതിലത്ര സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ്. എന്തായാലും നല്ല നല്ല റെസിപ്പീസ് അതിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്